എനിക്കും ഒരു ആർമി ഓഫീസർ ആവണം, എനിക്കും ഒരു പട്ടാളക്കാരനാവണം. പല ആൾക്കാരുടെയും ചെറുപ്പം മുതലുള്ള വലിയൊരു സ്വപ്നമാണ് ഒരു ആർമി ഓഫീസർ ആവുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് NDA എക്സാം. ഈ ഒരു വീഡിയോ സെഷനിൽ ഞാൻ വളരെ കുറഞ്ഞ സമയത്തിൽ ഈ NDA എക്സാമിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. മക്കൾ തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സെഷനിലായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവുക. ആദ്യം തന്നെ എന്താണ് സർ ഇതിനുള്ള ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്താണ് ഒരാൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ആർമി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 സെഷൻസ് ആണുള്ളത് അല്ലേ. ഗര, നാവിക, വ്യോമസേനയാണുള്ളത്. അതിൽ ഗരസേനയുടെ ഭാഗമാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആർമിയുടെ പാർട്ടാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായാൽ മതി, അല്ലെങ്കിൽ +2 പാസ് ഔട്ട് ആയ ആളായാൽ മതി. അത് നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്നോ അങ്ങനത്തെ ഒരു കണ്ടീഷൻസും ഒരു മാനദണ്ഡങ്ങളും അവിടെ ഇല്ല. മറിച്ച് നിങ്ങൾ എയർഫോഴ്സോ അല്ലെങ്കിൽ നേവിയോ ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ +2 വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്സ് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ആൾക്കാർക്കാണ് എയർഫോഴ്സ് അതേപോലെ തന്നെ നേവിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, സർ എന്നാണ് ഈ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്? അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് 21/4/2024 ദാറ്റ് ഈസ് ഏപ്രിൽ 21 തീയതിയാണ് NDA എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ സമയം എന്ന് പറയുന്നത്, നിലവിൽ ഇന്നെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൾറെഡി പോർട്ടൽ ഓപ്പൺ ആണ്. മക്കൾക്ക് ഈ മാസം 9 6 മണി വരെ ആയിരിക്കും ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് NDA എക്സാമിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതൊരു 1 ഡേ എക്സാം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ഡേ ത്രൂ ഔട്ട് ഉണ്ടാവുന്ന ഒരു എക്സാം കൂടിയാണ് NDA എക്സാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത കാര്യം, സർ എങ്ങനെയായിരിക്കും ഈ എക്സാമിന്റെ പാറ്റേൺ എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയായിരിക്കും ഈ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്? മക്കൾ മനസ്സിലാക്കുക, ഈ എക്സാമിന്റെ ഫേസ് 1 ആണ് സത്യം പറഞ്ഞപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു ഫേസ് മേ ബി സെപ്റ്റംബർ 1 ഒക്കെ ആയിട്ട് മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഫേസ് 1 2 പേപ്പറുകളായിട്ടാണ് ഈ എക്സാം നടക്കുക. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മാത്സ് ആണ്. മാത്സിൽ 150 ക്വസ്റ്റ്യൻസ്, 2.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 150 × 2.5 300 മാർക്കിനായിരിക്കും ഫസ്റ്റ് പേപ്പർ, ദാറ്റ് ഈസ് മാത്സ് എക്സാം നടക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ആണ്. അതിന് 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കായിരിക്കും. അപ്പൊ 150 × 4 അതിൽ മാക്സിമം മാർക്ക് വരിക 600 മാർക്കിനായിരിക്കും ആ എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പൊ സർ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുമോ? ഇതായിരിക്കും ഇപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവുക. ഓഫ് കോഴ്സ് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 1/3 എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ 2.5 മാർക്കിന്റെ മാത്സ് എക്സാം പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അറൗണ്ട് -0.83 ആയിരിക്കും ഒരു തെറ്റുത്തരത്തിന് നിങ്ങൾക്ക് നഷ്ടമാവുന്ന മാർക്ക് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ 4 മാർക്കിന്റെ GAT പേപ്പറിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നത്, തെറ്റിച്ചത് എന്നുണ്ടെങ്കിൽ അവിടെ 1.33 അറൗണ്ട് ഒക്കെ ആയിരിക്കും മക്കൾക്ക് മിസ്സാവാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതായത് 1/3 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി, 4 മാർക്കിന്റെയും 2.5 മാർക്കിന്റെയും. അപ്പോൾ ഓവറോൾ ഇവിടെ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ എക്സാം മക്കൾക്ക് നടക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം കൂടെ 900 മാർക്സിനായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. സർ ഇത് മാത്രമാണോ ഉള്ളത്? അല്ല, മക്കൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഈ ഒരു സെഷനിൽ പാസ് ഔട്ട് ആയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് SSB കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരിക്കും. അതുകൂടെ മക്കൾ ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ നേരിട്ട് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇനി ഇതിൽ സർ എത്ര മാർക്കാണ് ഞങ്ങൾ മേടിക്കേണ്ടത്, ഇത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എത്ര മാർക്കാണ് ഞങ്ങൾ അറ്റൈൻ ചെയ്യേണ്ടത് എന്നതാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അറൗണ്ട് 25% ആണ് ഈ ഓരോ പേപ്പറിലും മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ എക്സാം അത് 300 മാർക്കിൽ നടക്കുന്ന എക്സാം ആണ്. അതിന്റെ 25% എന്ന് പറയുമ്പോൾ അറൗണ്ട് 75 മാർക്സ് മക്കൾ ഇതിൽ സ്കോർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് പേപ്പറിൽ ദാറ്റ് ഈസ് GAT എന്ന് പറയുന്ന പേപ്പറിൽ അതിന്റെ 25% മാർക്ക് അറൗണ്ട് മക്കൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 600ന്റെ 25% എന്ന് പറയുമ്പോൾ അറൗണ്ട് 125 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് മക്കൾക്ക് അറൗണ്ട് ഉണ്ടായിരിക്കണം 150 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അതിന്റെ 25% എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് അത് രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് 75 അതേപോലെ തന്നെ 150 അറൗണ്ട് മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ 225 മാർക്കാണ് രണ്ടും കൂടെ മക്കൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അറൗണ്ട് 225 മാർക്കുള്ള ഒരു കുട്ടി ഇത് ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അത്തരം കുട്ടികൾക്കായിരിക്കും നേരിട്ട് SSB ഇന്റർവ്യൂവിന് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അവർ ആ ഇന്റർവ്യൂ കൂടി ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അടുത്തായിട്ട് പറയാനുള്ള കാര്യം, സർ ഇത് രണ്ടാമത്തെ സെഷനിൽ സർ പറഞ്ഞ കാര്യമാണ്. GAT എന്ന് പറയുന്ന എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുക, എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷും പാർട്ട് A, പാർട്ട് B എന്ന് പറഞ്ഞിട്ട് 2 സെഷൻ ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. പാർട്ട് A എന്ന് പറയുന്നത്
ഇംഗ്ലീഷിൻ്റെ ഭാഗമാണ്. അതിൽ ഗ്രാമറും വൊക്കാബുലറിയും അതേപോലെ തന്നെ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന 3 പാർട്ടാണ് ഉണ്ടായിരിക്കും. എല്ലാം നിങ്ങൾ പഠിക്കുന്ന പ്ലസ് 1 പ്ലസ് 2 ലെവലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ചെറിയ രീതിയിൽ തയ്യാറെടുപ്പ് ഉറപ്പായിട്ടും ഈ എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് പ്ലസ് 1 പ്ലസ് 2 ഫിസിക്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ കെമിസ്ട്രിയിൽ അധികവും പ്ലസ് 2 കെമിസ്ട്രി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ജോഗ്രഫി, കറണ്ട് ഇവന്റ്സ്, അതായത് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പാർട്ട് ബി സെഷനിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രീതിയിലായിരിക്കും സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് GAT എന്ന് പറയുന്ന എക്സാം നടക്കുന്നുണ്ടാവുക. അടുത്തതായിട്ട് ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ ശേഷം അവിടെ നിന്നിട്ടുള്ള 7 ദിവസങ്ങളോളം നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാനും കറക്ഷൻ മറ്റൊക്കെ വേണ്ടിയിട്ട് ഉള്ള സമയമാണ്. അറൗണ്ട് 10-ാം തീയതി തൊട്ടിട്ട് അതേപോലെ തന്നെ 16-ാം തീയതി വരെയുള്ള സമയം, ആ 7 ദിവസങ്ങൾ അല്ലെ. ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് 9-ാം തീയതി എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള 7 ദിവസങ്ങൾ മക്കൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കും. ഓക്കെ, അടുത്തത് സർ എവിടേക്കാണ് സർ എക്സാം സെന്റേഴ്സ് ഉണ്ടാവുക? കേരളത്തിൽ മെയിൻലി എക്സാം സെന്റേഴ്സ് ഉള്ളത് 3 സ്ഥലങ്ങളിലാണ്. ഒന്ന് കോഴിക്കോടും കൊച്ചിയും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും ആയിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് ആയിട്ട് അലോട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് സർ എങ്ങനെയാണ് സർ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്? എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് upsconline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. മക്കൾ ഉറപ്പായിട്ടും ആ വെബ്സൈറ്റിൽ കയറിയിട്ട് മക്കൾ അപ്ലൈ ചെയ്യുക. എക്സാം ഫീസ് വരുന്നത് 100 rupees ആയിരിക്കും കേട്ടോ. 100 രൂപയാണ് മക്കൾക്ക് എക്സാം ഫീസ് ആയിട്ട് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. കൂടുതൽ അതിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും എക്സാമിൻ്റെ. അതെടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കുക. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും വലിയ സ്വപ്നമായ ഒരു ആർമി മാൻ ആവുക, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ പാർട്ട് ആവുക എന്നുള്ള സ്വപ്നം നടക്കട്ടെ. എല്ലാവരും ഉഷാറായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. താങ്ക് യു.